അതിനോ എനിക്ക് ഈ അല്ലാമ ഇക്ബാലിനെ പറ്റി കേട്ടിട്ടില്ലേ? ഈ അല്ലാമ ഇക്ബാൽ പ്രശസ്തനായ കവിയല്ല. മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഒരു കവി മാത്രമല്ല തത്വചിന്തകനും ഒരുപാട് മേഖലയിൽ കവി തെളിയിച്ച ഒരു സർവകലാ വല്ലഭനാണ് അല്ലാമ ഇക്ബാൽ. അപ്പോൾ മൂപ്പരൊരു കവിത ഉണ്ട്, ജലാലെ ബാദ്ഷാഹി ജമൂരി തലാഷ്കി എന്ന് പറഞ്ഞിട്ട്. അതിനർത്ഥം എന്താ വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ, അതിൻ്റെ കണ്ടന്റ് ജനാധിപത്യത്തിൻ്റെ വിജയവും അതിൻ്റെ സൈഡ് എഫക്റ്റ്, അതിൻ്റെ അപജയവുമാണ് മൂപ്പര് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പരമാധികാര ഇന്ത്യ രാജ്യത്ത് ഈ സർക്കാർ തലത്തിൽ ഈ സ്വന്തം പൗരന്മാരെ രണ്ട് തട്ടിലാക്കുന്ന നിയമം എല്ലാവർക്കും റെക്കോർഡിക്കലായിട്ട് സെയിമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും, പക്ഷേ നമുക്ക് സമകാലിക വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരു പൗരൻ എന്നുള്ള നിലക്ക് നമ്മളെ നീതിബോധത്തോട് ഒരു പൗരൻ എന്ന നിലക്ക് നമുക്കതിന് ആ റെക്കോർഡിക്കലായിട്ട് എഴുതി വെച്ച ആ നിയമത്തിനോട് നമുക്ക് സമസ്യപ്പെട്ടു പോകാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ പ്രജകളായ നമ്മൾ, ജനാധിപത്യ രാജ്യത്തുള്ള നമ്മളെ സർക്കാർ തലത്തിൽ രണ്ട് നീതിയാണ് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് മാതിരിയാണ് സർക്കാർ നമ്മളോട് കാണിക്കുന്നത് എന്നുള്ളൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ അവർ പറയുന്നു തുല്യ നിയമമാണ്, എല്ലാ പൗരന്മാരും തുല്യരാണ്, എല്ലാവർക്കും തുല്യ നിയമമാണ്. എങ്കിലും ഞാനൊരു ഉദാഹരണം പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായം, ഒരു പൗരൻ എന്ന നിലക്ക് എൻ്റെ വിയോജിപ്പും കൂടിയാണിത്. ഇപ്പോൾ ഇവിടെ നമ്മളെ പോലീസ്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ സംസ്ഥാന പോലീസ് നമ്മൾ ബൈക്കിൽ ബുള്ളറ്റിലൊക്കെ നമ്മൾ സൈലൻസർ മാറ്റും. ഈ സൈലൻസർ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ സൈലൻസറിൻ്റെ കമ്പനി കൊടുക്കുന്ന സൈലൻസറിലാണ് നമ്മളിട്ട ആൾട്രേഷൻ എന്ന പേരിൽ സർക്കാർ നമ്മളോട് ഫൈൻ വാങ്ങിക്കുന്നുണ്ട്, പേ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് അവനവൻ്റെ പൗരന്മാരെ ശബ്ദമലിനീകരണത്തിന് വിധേയമാകുന്ന രീതിയിലുള്ള ഒരു അതിനുതകുന്ന ഒരു സംവിധാനമായിട്ടാണ് ഈ അൾട്രേഷന് പിഴ ചുമത്തുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, എൻ്റെ ഒരു പൗരനെ നിൽക്കുള്ള അവകാശം വെച്ച് ചോദിക്കുകയാണെങ്കിൽ, ഈ സർക്കാരിൻ്റെ ഉദ്ദേശം സതുദ്ദേശമാണെങ്കിൽ തൻ്റെ പ്രജകളെ, തൻ്റെ രാജ്യത്തെ ജനങ്ങളെ ഈ ശബ്ദമലിനീകരണത്തിന് വിധേയമാക്കാത്ത രീതിയിലുള്ള ഭരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ശബ്ദമലിനീകരണത്തിന് വിധേയമാക്കുന്ന വസ്തുക്കളെ എന്തുകൊണ്ട് സർക്കാരിന് മാർക്കറ്റിൽ ലഭ്യമാകാത്ത വിധം അതിന് നിരോധിച്ചുകൂടാ? ഇവിടെ നടക്കുന്ന ഒരു ഇരട്ടത്താപ്പ് ഞാൻ പറയട്ടെ. ഈ സർക്കാർ തന്നെയാണ് ഈ ശബ്ദമലിനീകരണത്തിന് ഉതകുന്ന വസ്തുക്കളെ മാർക്കറ്റിൽ എത്തിച്ച് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന് മാത്രമല്ല, സപ്ലൈ ചെയ്യാൻ മാത്രമല്ല, അതിന് ടാക്സും കാര്യങ്ങളും ഒക്കെ ഈ പാവപ്പെട്ട ഈ പ്രജകളായ രാജ്യത്തെ ജനങ്ങളെടുത്ത് സർക്കാർ വാങ്ങിച്ചിട്ട് മറ്റേ തലക്കൽ സർക്കാർ എന്താ ചെയ്യണേ? ഒരു തലക്കൽ സർക്കാർ ഈ ചെവി കൂടെ പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിത് വിറ്റോളി വിറ്റോളി വിറ്റോളി, എന്നിട്ട് മറ്റേ തലക്ക് കൂടെ പറയാം, പൊതുജനങ്ങളടി സ്റ്റേജ് കെട്ടി പറയാം ഇത് പാടില്ല ഇത് പാടില്ല ഇത് പാടില്ല, എന്നിട്ട് മറ്റേ ഒരു തലക്ക് കൂടെ ഒരു ചെവി കൂടെ പറയാണ് ഇത് വിറ്റോളി എന്നും മറ്റേ തലക്ക് കൂടെ അതിന് പിഴ ചുമത്തുന്ന ഒരു ഇരട്ടത്താപ്പ്. തോണി മറിഞ്ഞാൽ പൊറ നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ സർക്കാർ പാവപ്പെട്ട ഈ ജനങ്ങളോട് ചെയ്യുന്നത്, അല്ലേ? പിന്നെ അതേപോലെ അതിനോട് അനുബന്ധിച്ചുള്ളതാണ് ഇപ്പോൾ നമ്മളെ നാടൻ ശൈലി പറയും, പൈസ ഇല്ലാത്തവന് നിക്കറിട്ടാൽ അത് ട്രൗസറും, പൈസ ഉള്ളവൻ നിക്കറിട്ടാൽ അത് ബർമുടി എന്ന് പറയുന്ന പോലെ. അതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാനുണ്ട് വിഷയങ്ങൾ. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പ്, ഇപ്പോൾ വിജയ് മല്യ 900 കോടി കട്ടാൽ അത് പിടിക്കാനോ ഒരു പരമാധികാര രാജ്യത്തെ തന്നെ, ലോകത്തെ തന്നെ നമ്പർ 4 4ാമത്തെ വൻശക്തിയായി അറിയപ്പെടുന്ന ഇന്ത്യക്ക്, ഇന്ത്യ രാജ്യത്തെ നിയമങ്ങളെ വെല്ലുവിളിച്ച് ഒരുപാട് ബാങ്കുകളെ കൊള്ളയടിച്ച് നടക്കുന്ന ഒരു പ്രമുഖ വ്യവസായ വിജയ് മല്യനെ പിടിക്കാം സർക്കാരിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്കോ കഴിവില്ല. അവിടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുമ്പിൽ തങ്ങളുടെ കഴിവുകേടിനെ കാട്ടുമ്പോൾ പാവപ്പെട്ട ഒരാൾ ഒരു ഹെൽമെറ്റോ, ഒരു സാധാരണക്കാരൻ ഒരു ഹെൽമെറ്റ് ഇടാതെ പോയാൽ അവനെ പിഴിയാനും അവൻ്റെ പെരയിലേക്ക് നോട്ടീസ് അയക്കാനും അവനെ പിന്നാലെ വന്ന് അതിക്രമിച്ച് അല്ലെങ്കിൽ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ്, അതിന് നിയമ സംവിധാനങ്ങളിലൂടെ അതിന് സർക്കാരിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ രാജ്യത്തെ ഒരേ പ്രജകളെ എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്നു എന്ന് സാധ്യമാകാത്ത രീതിയിലല്ല ഇവരുടെ മുന്നോട്ട് പോക്ക്. ആ നിലയ്ക്ക് എന്താ പറയുക, അങ്ങനെയല്ലേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടി. ഇവിടെ തുല്യനീതി ഉണ്ടോ? ഇവിടെ ശരിക്കുള്ളൊരു ജനാധിപത്യ പ്രക്രിയ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇരട്ടത്താപ്പല്ലേ ഈ സർക്കാരിന്, ഈ ജനങ്ങളോട്, സ്വന്തം പ്രജകളോട് സർക്കാർ ചെയ്യുന്നത്? അനീതിയല്ലത്, അല്ലേ?